പരിഭ്രമിക്കേണ്ട കാര്യമില്ലെങ്കിലും ഗൾഫ് മേഖലയാകെ അശാന്തമെന്ന് തന്നെ പറയാം. ഇടയ്ക്കിടെ ഇറാന്റെ ആക്രമണങ്ങൾ ഗൾഫ് മേഖലയിൽ വിവിധ രാജ്യങ്ങളിലായി ഉണ്ടാകുന്നു. മധ്യസ്ഥ ശ്രമത്തിന് നേതൃത്വം നൽകിയ ഒമാൻ തീരത്ത് പോലും ഇറാൻ ആക്രമണം നടത്തുന്നു. ഇതിനെതിരെ ഗൾഫ് മേഖലയിലെ വിവിധ രാഷ്ട്രങ്ങൾ അവർ ഇപ്പോൾ ഒറ്റക്കെട്ടായി രംഗത്ത് വരുന്ന കാഴ്ചയ്ക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ വിദേശമന്ത്രിമാരുടെ ഗൾഫ് സഹകരണ കൗൺസിലിലെ വിദേശമന്ത്രിമാരുടെ യോഗം അല്പസമയത്തിനകം ചേരും. ഏതായാലും ഇറാൻ ഇപ്പോൾ നടത്തുന്നത് തീക്കൊള്ളി കൊണ്ടുള്ള തലചൊറിയലാണ് എന്ന അഭിപ്രായമാണ് UAE അടക്കമുള്ള രാജ്യങ്ങൾക്കുള്ളത്. അയൽക്കാരെ ആക്രമിക്കുന്നതല്ല പോംവഴി എന്ന കാര്യം UAE ഇന്ന് ഇറാനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അയൽക്കാരെ ആക്രമിക്കുന്നത് ഇറാൻ ഒറ്റപ്പെടുന്നതിന് മാത്രമേ സഹായകമാകൂ എന്ന നിലപാടാണ് UAE സ്വീകരിച്ചിട്ടുള്ളത്. ഒമാനിൽ നടന്നിട്ടുള്ള ഈ ആക്രമണത്തെ ഖത്തർ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ ശക്തമായി അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയെ വധിച്ചതിന് ശേഷം അവിടുത്തെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. 3-അംഗ താൽക്കാലിക ഭരണസമിതി അത് ഇറാന്റെ ഭരണഘടന പ്രകാരം തന്നെ ഈ നിലയിൽ ഒരു ശൂന്യതയുണ്ടായാൽ, ഒരു വിടവുണ്ടായാൽ അത് നികത്തേണ്ടത് അല്ലെങ്കിൽ അവിടെ ചുമതല വഹിക്കേണ്ടത് 3-അംഗ ഭരണസമിതിയാണ്, താൽക്കാലിക ഭരണസമിതിയാണ്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുണ്ട്, അതുപോലെ ഇറാനിലെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഉണ്ട്. കൂടാതെ മറ്റൊരാൾ പുതുതായി ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത് ആയത്തുള്ള അലി ഖമനയുടെ ഏറ്റവും അടുത്ത അനുയായിയായ ആയത്തുള്ള റസ അറഫിയാണ്. ഇതേതായാലും ഈ കാര്യത്തിൽ ഇനിയൊരു പുതിയ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് വരെ, അത് 88-അംഗ സമിതിയാണ് ഈ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കേണ്ടത്. അതുവരെ ഈ 3-അംഗ സമിതിയായിരിക്കും ഭരണത്തിൽ ഉണ്ടാവുക. അവിടുത്തെ ഇറാന്റെ തുടർ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് ഈ സമിതിയാണ്. ശക്തമായ തിരിച്ചടി ഉണ്ടാകും, പ്രത്യാക്രമണം ഉണ്ടാകുമെന്നാണ് ഇറാൻ നേരത്തെ തന്നെ ഈ ആക്രമണത്തിന് ശേഷം, അതോടൊപ്പം തന്നെ ആയത്തുള്ള അലി ഖമനയെ വധിച്ച വാർത്ത പുറത്തു വന്നതിനു ശേഷം ഇറാൻ നടത്തിയിട്ടുള്ള പ്രതികരണം. അങ്ങനെ ഇറാൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യാക്രമണത്തിന് മുതിരുകയാണെങ്കിൽ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഭാഗത്തു നിന്നുള്ള തിരിച്ചുള്ള ആക്രമണം അത് താങ്ങാനുള്ള ശേഷി ഇറാൻ ഉണ്ടാകില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. സാഹചര്യം കൂടുതൽ സങ്കീർണമാകുമ്പോൾ ഈ പ്രശ്നം അത് ഏതെങ്കിലും തരത്തിൽ മധ്യസ്ഥതയിലൂടെ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങളൊന്നും ഇതുവരെ ഏതെങ്കിലും ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടായ്മയുടെ ഭാഗത്തു നിന്നോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഗോപികൃഷ്ണൻ. ശരി, ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത് ബി ദിലീപ് കുമാറാണ്.